എല്ലാവർക്കും മോളിവുഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഓഗസ്റ്റ് മാസം 15-ാം തീയതി പുതിയതായി OTTയിൽ റിലീസായതും ഇനി റിലീസാവാൻ പോകുന്നതുമായ മോളെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്കായി പങ്കുവയ്ക്കുന്നത്. ഫസ്റ്റ് ഒരു റൊമാൻറ്റിക് ഡ്രാമ ഫിലിമാണ് ചെന്നൈ ലവ് സ്റ്റോറി. നീണ്ട 3 വർഷത്തെ പ്രണയത്തിന് ശേഷം വിവാഹ ദിവസം കാമുകനായ അജയ് ഉപേക്ഷിച്ചു പോകും. നിവേദിത എന്ന പെൺകുട്ടിക്കുണ്ടാകുന്ന മാനസിക സംഘർഷങ്ങളും അതിനുശേഷം നിവേദിത ചെന്നൈയിൽ വെച്ച് സ്റ്റീവൻ എന്ന യുവാവിനെ പരിചയപ്പെടുന്നതുമാണ് ചിത്രത്തിന്റെ പ്രധാന പ്രമേയം. രവി നമ്പൂരി സംവിധാനം ചെയ്ത് കിരണാമ്പാരം, ശ്രീ ഗൗരിപ്രിയ എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തിയ ഈ സിനിമയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത് സോണി ലിവാണ്. മലയാളം, തമിഴ്, തെലുങ്ക്, ഹിന്ദി, കന്നഡ എന്നീ ഭാഷകളിൽ ഓഗസ്റ്റ് മാസം 21 മുതൽ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തൊരു ഹോളിവുഡ് ഹൊറർ ചിത്രമാണ് ദ ബോയ് ഫ്രം ബിലോ. ടോറി ജോൺസിന്റെ സംവിധാനത്തിൽ 2026 റിലീസ് ചെയ്ത ഈ സിനിമയിൽ 30 വർഷങ്ങൾക്ക് മുമ്പ് ഹൊറർ മൂവി നടിയും നായികയുമായ മർലിൻ ലീ മില്ലർ ജീവനൊടുക്കുന്നതും ഈ ദിവസത്തിന്റെ ഓർമ്മ പുതുക്കുന്നതിന് ഒരു ഹാലോവിൻ പാരമ്പര്യം ഈ പട്ടണത്തിനുണ്ട്. ഒരു ഹാലോവിൻ രാത്രിയിൽ ആ പട്ടണത്തിലേക്ക് മുഖംമൂടി ധരിച്ച് ഒരു കൊലയാളി എത്തുന്നതും അവൻ ഹൊറർ സിനിമകളോട് അമിതമായ ഭ്രമമുള്ളയാളാണ്. സിനിമകളിലെ കൊലപാതക രംഗങ്ങൾ യഥാർത്ഥ ജീവിതത്തിൽ പുനഃസൃഷ്ടിച്ച് ആളുകളെ കൊല്ലുകയാണ് അവന്റെ ലക്ഷ്യം. ഇതിനോടനുബന്ധിച്ച് നടക്കുന്ന സംഭവവികാസങ്ങളുമാണ് ഈ സിനിമയുടെ പ്രധാന പ്രമേയം. ഇന്ത്യക്ക് വെളിയിൽ ആമസോൺ പ്രൈം വീഡിയോസിലൂടെ റെൻഡർ ബൈ ഓപ്ഷനിൽ സ്ട്രീമിംഗ് ആരംഭിച്ച ഈ മൂവി ഇന്ത്യയിൽ അടുത്തുതന്നെ സ്ട്രീമിംഗ് ആരംഭിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അടുത്തൊരു ഹിന്ദി മിലിറ്ററി മെഡിക്കൽ ഡ്രാമ വെബ് സീരീസ് ആണ് 108 ബേസ് ഹോസ്പിറ്റൽ ഉരി. അതിർത്തിയിൽ പരിക്കേൽക്കുന്ന സൈനികരുടെ ജീവൻ രക്ഷിക്കാൻ അതിർത്തികളിലെ ആശുപത്രികളിൽ അഹോരാത്രം പണിയെടുക്കുന്ന ആർമി ഡോക്ടേഴ്സിന്റെയും നഴ്സുമാരുടെ കഥയാണ് ഈ സീരീസ് പറയുന്നത്. ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ ഓഗസ്റ്റ് മാസം 15 മുതൽ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തൊരു കൊറിയൻ മിസ്റ്ററി ക്രൈം ത്രില്ലർ സീരീസ് ആണ് മൗസ് ട്രാപ്പ്. ഈ ക്രൈം സസ്പെൻസ് സൈക്കോളജിക്കൽ ത്രില്ലർ സീരീസ് ഓഗസ്റ്റ് മാസം 28 മുതൽ നെറ്റ്ഫ്ലിക്സിലൂടെ ഇംഗ്ലീഷ്, ഹിന്ദി ഭാഷകളിൽ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തൊരു ഹിന്ദി പൊളിറ്റിക്കൽ ഡ്രാമ ഫിലിമാണ് ആക്രി സാവൽ. അഭിജിത്ത് മോഹൻ വാറങ് സംവിധാനം ചെയ്ത് സഞ്ജയ് ദത്ത്, നമാഷി ചക്രവർത്തി, അമിത് സാദ്, സമീറ റെഡ്ഡി എന്നിവരാണ് ഇതിൽ പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. ഈ മൂവി ഇപ്പോൾ ലാൻഡ്സ്കേപ്പ് പ്ലേയിലൂടെ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അടുത്തൊരു ഹിന്ദി ത്രില്ലർ മൂവിയാണ് ഭാരത് ഭാഗ്യവിധാത. കങ്കണ റണാവത്ത് മുഖ്യവേഷത്തിലെത്തിയ ഈ സിനിമ 2026 ജൂൺ മാസം 12-നാണ് തിയേറ്ററുകളിലെത്തിയത്. 2008 നവംബർ 26-നുണ്ടായ മുംബൈ ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഈ ചിത്രം അണിയിച്ചൊരുക്കിയിരിക്കുന്നത്. C5-ലൂടെ ഈ മൂവി ഇപ്പോൾ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അടുത്തൊരു തമിഴ് മൂവിയാണ് ജനനായകൻ. ദളപതി വിജയ് നായകനായെത്തിയ ഈ സിനിമയിൽ വിജയ്ക്കൊപ്പം ബോബി ഡിയോൾ, പൂജ ഹെഗ്ഡെ, മമിത ബൈജു, പ്രകാശ് രാജ്, ഗൗതം വാസുദേവ മേനോൻ എന്നിങ്ങനെ വലിയ താരനിര തന്നെ ഈ ചിത്രത്തിൽ അണിനിരക്കുന്നുണ്ട്. ഈ പൊളിറ്റിക്കൽ ആക്ഷൻ ത്രില്ലർ ചിത്രത്തിന്റെ ബഡ്ജറ്റ് ഏകദേശം 350 കോടിക്കും 500 കോടിക്കുള്ളിലാണ്. ഇതുവരെയുള്ള വേൾഡ് വൈഡ് കളക്ഷൻ 323 കോടി 30 ലക്ഷമാണ്. ഈ മൂവിയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത് C5 ആണ്. ഓഗസ്റ്റ് മാസം 21 മുതൽ മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ എന്നീ ഭാഷകളിൽ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തത് പ്രേക്ഷകർ ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രമാണ് ടോക്സിക്. ഗീതു മോഹൻദാസ് സംവിധാനത്തിൽ യാഷ് നായകനായെത്തിയൊരു ആക്ഷൻ ഗ്യാങ്സ്റ്റർ മൂവിയാണ് ടോക്സിക്. ഈ സിനിമയിൽ യഷിനെ കൂടാതെ നയൻതാര, കിയാര അദ്വാനി, ഹുമ ഖുറേഷി, താര സുതാര്യ, രുക്മിണി വസന്ത് എന്നിങ്ങനെ വലിയ താരനിര തന്നെ ഈ ചിത്രത്തിൽ അണിനിരക്കുന്നുണ്ട്. KVN പ്രൊഡക്ഷൻസും മോൺസ്റ്റർ മൈൻഡും ക്രിയേഷൻസും ചേർന്നാണ് ഏകദേശം 850 കോടി മുതൽ 1000 കോടി രൂപ ബഡ്ജറ്റിൽ ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. ഒരു ബിഗ് ബഡ്ജറ്റ് പീരീഡ് ആക്ഷൻ ഡ്രാമയായ ഈ പാൻ ഇന്ത്യൻ ചിത്രത്തിന്റെ തിയേറ്റർ റിലീസ് വരുന്നത് ഓഗസ്റ്റ് മാസം 26-നാണ്. നമുക്ക് കാത്തിരിക്കാം ഈ മൂവിയുടെ റിലീസിന് വേണ്ടി. അടുത്തൊരു മലയാളം സൂപ്പർ നാച്ചുറൽ ഹൊറർ ത്രില്ലർ മൂവിയാണ് അരൂപി. അഭിലാഷ് വാര്യർ സംവിധാനം ചെയ്ത ഈ സിനിമയിൽ ജോയ് മാത്യു, വൈശാഖ് രവി, നേഹ ചൗള, സാക്ഷി ബദാല എന്നിവരാണ് ഇതിൽ പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. ഈ മൂവി ഇപ്പോൾ ആമസോൺ പ്രൈം വീഡിയോസ്, മനോരമ മാക്സ്, ലാൻഡ്സ്കേപ്പ് പ്ലേ, സിംപ്ലി സൗത്ത് എന്നീ OTT പ്ലാറ്റ്ഫോമുകളിലൂടെ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അടുത്തൊരു ജനപ്രിയ അഡ്വഞ്ചർ മിസ്റ്ററി വെബ് സീരീസ് ആണ് ഔട്ടർ ബാങ്ക്സ്. ഔട്ടർ ബാങ്ക്സ് പരമ്പരയിലെ 5-ാമത്തെയും അവസാനത്തെയും സീസണാണിത്. ആകെ 10 എപ്പിസോഡുള്ള ഈ സീരീസ് നെറ്റ്ഫ്ലിക്സിലൂടെ ഓഗസ്റ്റ് മാസം 20 മുതൽ ഇംഗ്ലീഷ്, ഹിന്ദി ഭാഷയിൽ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തൊരു ആക്ഷൻ കോമഡി മൂവിയാണ് മേഡേ. ഈ മൂവി ഇംഗ്ലീഷ് ഭാഷയിൽ സെപ്റ്റംബർ 4 മുതൽ ആപ്പിൾ TVയിലൂടെ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തത് ഓണർ റിലീസായി തിയേറ്ററിലെത്തുന്ന ബത്ലഹേം കുടുംബ യൂണിറ്റ്. തണ്ണീർമത്തൻ ദിനങ്ങൾ, സൂപ്പർ ശരണ്യ, പ്രേമലു തുടങ്ങിയ സൂപ്പർ ഹിറ്റ് ചിത്രങ്ങൾക്ക് ശേഷം ഗിരീഷ് ഏടി സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ നിവിൻ പോളി, മമിത ബൈജു, സംഗീത് പ്രതാപ്, വിനയ് ഫോർട്ട്, ബിന്ദു പണിക്കർ, ശ്യാം മോഹൻ എന്നിങ്ങനെ വലിയ താരനിര തന്നെ ഈ ചിത്രത്തിൽ അണിനിരക്കുന്നുണ്ട്. ഭാവന സ്റ്റുഡിയോസിന്റെ ബാനറിൽ ദിലീഷ് പോത്തൻ, ഫാസ് ഫാസിൽ, ശ്യാം പുഷ്കരൻ എന്നിവരാണ് ചിത്രം നിർമ്മിക്കുന്നത്. ഒരു ക്രിസ്ത്യൻ പള്ളിയിലെ കുടുംബ യൂണിറ്റ് പശ്ചാത്തലമാക്കിയുള്ള രസകരമായ പ്രണയവും കുടുംബ മുഹൂർത്തങ്ങളുമാണ് സിനിമയുടെ പ്രധാന പ്രമേയമെന്നാണ് ടൈറ്റിൽ സൂചിപ്പിക്കുന്നത്. ഓഗസ്റ്റ് മാസം 21-ന് ഓണർ റിലീസായി ചിത്രം തിയേറ്ററിലെത്തും. അടുത്തൊരു ആക്ഷൻ ത്രില്ലർ ചിത്രമാണ് വരവ്. AK സാജൻ രചനയിൽ ഷാജി കല സംവിധാനം ചെയ്ത് ജോജു ജോർജ്, അർജുൻ അശോകൻ, മുരളി ഗോപി, വാണി വിശ്വനസ്, ബൈജു സന്തോഷ് എന്നിങ്ങനെ ഒരു വലിയ താരത്തെ തന്നെ ഈ ചിത്രത്തിൽ അണിനിരക്കുന്നുണ്ട്. വർഷങ്ങളുടെ ജയിൽവാസത്തിന് ശേഷം പരോളിൽ പുറത്തിറങ്ങുന്ന കഥാനായകൻ തന്നോട് തെറ്റ് ചെയ്തവരോട് പ്രതികാരം വീട്ടുന്നതും അതിനോടനുബന്ധിച്ച് നടക്കുന്ന സംഭവവികാസങ്ങളുമാണ് ഈ സിനിമയുടെ പ്രധാന പ്രമേയം. ഈ മൂവിയുടെ OTT റൈറ്റ്സ് ആമസോൺ പ്രൈം വീഡിയോ സ്വന്തമാക്കിയെന്നുള്ള അൺഒഫീഷ്യൽ റിപ്പോർട്ടുകളുണ്ട്. ഓഗസ്റ്റ് മാസം ലാസ്റ്റ് വീക്കോടെയോ അല്ലെങ്കിൽ സെപ്റ്റംബർ മാസം ഫസ്റ്റ് വീക്കോടെയോ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് കാത്തിരിക്കാം ഈ മൂവിയുടെ OTT റിലീസ് ഡേറ്റിന് വേണ്ടി.